രാജ്യത്തെ തെരുവുകളിൽ വൻ ഭീഷണിയായ നായശല്യം പരിഹരിക്കാൻ സുപ്രീം കോടതിയുടെ നിർണായക ഉത്തരവ്. 8 ആഴ്ചയ്ക്കകം പൊതുവിടങ്ങളിൽ നിന്ന് തെരുവു നായ്ക്കളെ പൂർണ്ണമായും നീക്കണം. അലഞ്ഞു തിരിയുന്ന മൃഗങ്ങളെ കണ്ടെത്താൻ പട്രോളിംഗ് സംഘത്തെ നിയോഗിക്കണമെന്നും കോടതി. ഉത്തരവിൽ ആശങ്കയറിയിച്ച മന്ത്രി എം പി രാജേഷ്. തെരുവു നായ്ക്കളെ മുഴുവൻ പൊതുസ്ഥലത്ത് നിന്ന് മാറ്റണം എന്ന് പറയുമ്പോൾ എവിടെ കൊണ്ടുപോയിട്ടാണ് ഇവരെ പാർപ്പിക്കുക? ഇപ്പോൾ കേരളം നേരിടുന്നൊരു പ്രശ്നം വലിയ ജനസാന്ദ്രതയുള്ളൊരു സംസ്ഥാനമാണ്. ഇവിടെ നഗരഗ്രാമ വ്യത്യാസമൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. അപ്പോഴെങ്ങനെയാണ് ഈ തെരുവ് നായ്ക്കളെക്ക് വേണ്ടി ഷെൽട്ടർ ഉണ്ടാക്കാൻ കഴിയുക? അപ്പോൾ അതുകൊണ്ട് കുറേ കൂടി പ്രായോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ആണ് നമുക്ക് ഉണ്ടാവേണ്ടത്. സംസ്ഥാനത്ത് അറുതിയില്ലാതെ തെരുവുനായ ആക്രമണം. കൊല്ലം അഞ്ചലിൽ 7 പേരെ കടിച്ച നായയെ തല്ലിക്കൊന്ന നാട്ടുകാർ. നായയ്ക്ക് പേവിഷബാധയെന്ന് സംശയം. മാവേലിക്കര KCB ഓഫീസിലും തെരുവുനായ ആക്രമണം. ഒരാൾക്ക് കടിയേറ്റു. ഓടി രക്ഷപ്പെടുന്നതിനിടെ വീണ ജീവനക്കാരിക്ക് പരിക്ക്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുതിയ ഭരണസമിതി പ്രഖ്യാപനം. വിദേശത്തുള്ള മുഖ്യമന്ത്രി തിരിച്ചെത്തിയ ശേഷം പുതിയ നേതൃത്വത്തെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനിച്ച എം വി ഗോവിന്ദൻ. കാലാവധി കഴിഞ്ഞതുകൊണ്ടാണ് PS പ്രശാന്തിനെ നീക്കുന്നതെന്ന് ദേവസ്വം മന്ത്രി. VN വാസവന്റെ രാജി ആവശ്യപ്പെട്ട് ഈ മാസം 12-ന് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വിരമിച്ച 6 ഉദ്യോഗസ്ഥർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ദേവസ്വം ബോർഡ്. മറുപടി തൃപ്തികരമല്ലെങ്കിൽ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ തടയുമെന്ന് മുന്നറിയിപ്പ്. 2ാം പ്രതി മുരാരി ബാബുവിനെ തിങ്കളാഴ്ച വരെ SIT കസ്റ്റഡിയിൽ വിട്ട് റാന്നി കോടതി. ഇന്നലെ അറസ്റ്റിലായ മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജു റിമാൻഡിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മതാടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ BJP. ക്രൈസ്തവരെ സ്ഥാനാർത്ഥികളാക്കണമെന്ന് സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം. കണ്ണൂരിലെ പഞ്ചായത്തുകളിൽ സ്ഥാനാർത്ഥികളുടെ എണ്ണം തിരിച്ചുള്ള സർക്കുലർ പുറത്ത്. പരാജയ ഭീതിയിൽ BJP എന്തും ചെയ്യുമെന്ന് മന്ത്രി V ശിവൻകുട്ടിയുടെ പരിഹാസം. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാനിരിക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നറിയിപ്പുമായി CSI സഭ. സഭയുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നവർക്ക് മാത്രം വോട്ടെന്ന ദക്ഷിണ കേരള മഹാ ഇടവക. CIUC സംവരണ വിഷയത്തിൽ സഹായിക്കുന്നവരെ തിരിച്ചും സഹായിക്കും. വയനാട് മുള്ളൻകൊല്ലിയിൽ മകൻ LDF സ്ഥാനാർത്ഥിയായതിന് പിതാവിന്റെ ജോലി വിലക്കി INTUCയുടെ പ്രതികാരം. തെരഞ്ഞെടുപ്പിൽ നിന്ന് മകൻ പിന്മാറിയാൽ മാത്രം ജോലിയെന്ന രാജനോട് നേതൃത്വം. രാജന്റെ മകൻ വിഷ്ണു നിലവിൽ SFI ജില്ലാ വൈസ് പ്രസിഡന്റ്. പാലക്കാട് സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേള ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രിമാർക്കൊപ്പം വേദി പങ്കിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. മന്ത്രി V ശിവൻകുട്ടിക്കും MP രാജേഷിനുമൊപ്പം ഇരിപ്പിടം. രാഹുൽ എത്തിയതോടെ വേദി വിട്ട് പാലക്കാട് നഗരസഭ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി കൃഷ്ണകുമാർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ അധികൃതരുടെ വാദം തള്ളി മരിച്ച വേണുവിന്റെ ഭാര്യ. തന്റെ ഭർത്താവിനെ കൊന്നുവെന്ന് ആവർത്തിച്ച് സന്ധ്യ. വേണമെങ്കിൽ നമുക്കൊരു ന്യൂറോയെ കൺസൾട്ട് ചെയ്തിട്ട് പിന്നെ ആൻജിയോഗ്രാം നടത്താം. എന്നിട്ടും പറഞ്ഞ എന്താണെന്നറിയാമോ, വേണമെങ്കിൽ നമുക്ക് വെള്ളിയാഴ്ച ഏതെങ്കിലും ഒരു പേഷ്യൻ്റ് ഇല്ലെങ്കിൽ ആൻജിയോഗ്രാം നടത്താം, അല്ലെങ്കിൽ എക്കോ നടത്തിയിട്ട് ഒരു ഡേറ്റ് തരാം, പിന്നീട് നമുക്ക് നടത്താം എന്നാണ് പറഞ്ഞത്. പ്രോട്ടോകോൾ പ്രകാരമുള്ള എല്ലാ ചികിത്സയും നൽകിയെന്ന് കാർഡിയോളജി വിഭാഗം മേധാവി. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സമ്പൂർണ്ണ പണിമുടക്കിലേക്ക്. വ്യാഴാഴ്ച സമ്പൂർണ്ണ പണിമുടക്ക് പ്രഖ്യാപിച്ച് KMCTA. അത്യഹിത വിഭാഗം മാത്രം പ്രവർത്തിക്കും. സമരം, ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച്. സിനിമാ പ്രൊമോഷൻ പരിപാടിയിലെ ബോഡി ഷേമിംഗ് പരാമർശത്തിന് ചുട്ട മറുപടി നൽകി നടി ഗൗരി കിഷൻ. പ്രതികരണം ശരീരഭാരത്തെക്കുറിച്ചുള്ള യൂട്യൂബറുടെ ചോദ്യത്തോട്. ചോദ്യം അസംബന്ധമെന്നും ഇത് മാധ്യമപ്രവർത്തനമല്ലെന്നും ഗൗരിയുടെ മറുപടി.
அவங்க எவ்வளோ வெயிட்னா அது அது ஒரு ஸ்டூபிட் கொஸ்டின் தாங்க. நான் உங்கள்கிட்டயே சொல்கிறேன், அது ஒரு ஸ்டூபிட் கொஸ்டின் தாங்க. அது என்ன கேள்வி அது சார்? நீங்கள் அது என்ன கேள்வி? நான் ரொம்ப ரெஸ்பெக்ட்ஃபுல்லாக கேட்குறேன் சார். நான் உங்களை ரொம்ப ரெஸ்பெக்ட்ஃபுல்லாக பேசுகிறீங்க, நீங்கள் கத்துறீங்க என்கிட்ட. യൂട്യൂബർക്കും സംഘത്തിനുമെതിരെ കടുത്ത വിമർശനമുയർത്തി തമിഴ് സാംസ്കാരിക ലോകം. നടിക്ക് പിന്തുണയുമായി താരസംഘടന അമ്മ. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് പിന്നാലെ തനിക്കെതിരെ സംഘടിത ആക്രമണമെന്ന റാപ്പർ വേടൻ. വയലാറുമായുള്ള താരതമ്യത്തിൽ പ്രതികരണമില്ല. വേടൻ പോലും എന്ന സജി ചെറിയാന്റെ പരാമർശം നാക്കുപിഴയായി കണ്ടാൽ മതി. മന്ത്രി വലിയ പിന്തുണ നൽകുന്നയാളെന്നും വേടൻ. നടി ലക്ഷ്മി മേനോൻ പ്രതിയായ കിഡ്നാപ്പിംഗ് കേസ് റദ്ദാക്കി ഹൈക്കോടതി. തീരുമാനം നടിക്കെതിരെ പരാതിയില്ലെന്ന് യുവാവ് ഹൈക്കോടതിയെ അറിയിച്ചതോടെ കൊച്ചിയിലെ ബാറിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് തട്ടിക്കൊണ്ടുപോയത് IT ജീവനക്കാരൻ. യുവ സംവിധായകർ പ്രതികളായ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ച എക്സൈസ്. ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ, സമീർ താഹിർ എന്നിവർ പ്രതിപ്പട്ടികയിൽ. ലഹരി എത്തിച്ച ഇടനിലക്കാരനെ കണ്ടെത്താനായില്ല. കുറ്റപത്രം കേസെടുത്ത് 6 മാസം പിന്നിടുമ്പോൾ. സംസ്ഥാനത്തെ നെല്ല് സംഭരണ പ്രതിസന്ധിക്ക് താത്കാലിക പരിഹാരം. 30 രൂപ താങ്ങുവിലയിൽ തിങ്കളാഴ്ച മുതൽ സംഭരണം ആരംഭിക്കുമെന്ന് മന്ത്രി GR അനിൽ. സർക്കാരുമായി ധാരണയിലെത്തി 6 മില്ലുടമകൾ. പാലക്കാട്ടെ പ്രശ്ന പരിഹാരത്തിന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നാളെ യോഗം. പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൻസൺ മാവുങ്കലിന്റെ വീട്ടിൽ മോഷണം. തട്ടിപ്പ് വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന കലൂരിലെ വീട്ടിൽ കവർച്ച. പ്രതികൾ മോഷണം നടത്തിയത് CCTV പൊളിച്ച്. തൃശൂർ മുറ്റിച്ചൂരിൽ പെപ്പർ സ്പ്രേ മുഖത്തടിച്ച് കവർച്ച. തൃപ്രയാർ സ്വദേശിയായ വ്യാപാരിയിൽ നിന്ന് 3 ലക്ഷം രൂപ കവർന്നു. തട്ടിയെടുത്ത് ബാങ്കിൽ അടയ്ക്കാൻ കൊണ്ടുവന്ന പണം അന്വേഷണം ആരംഭിച്ച അന്തിക്കാട് പോലീസ്. തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയിൽ ഡിവൈഡർ അടിച്ച് തകർത്ത് കോൺഗ്രസ് നേതാവ് അനിൽ അക്കരയുടെ പ്രതിഷേധം. മുൻ MLAയുടെ പ്രതിഷേധം U-ടേൺ അടച്ചുകെട്ടിയതിൽ ജില്ലാ കളക്ടർക്കും പരാതി നൽകിയെന്നും നടപടി ഉണ്ടായില്ലെന്നും അനിൽ അക്കര. കേസെടുത്ത പോലീസ്. ബീഹാറിൽ 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന 122 മണ്ഡലങ്ങളിൽ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. പ്രചാരണ റാലികൾ നയിച്ച് നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും. നേതാക്കളിലും മണികളിലും ആവേശം നിറച്ച 1ാം ഘട്ടത്തിലെ കനത്ത പോളിംഗ്. രാഷ്ട്രീയ യോഗങ്ങൾക്കും റാലികൾക്കും കർശന മാനദണ്ഡവുമായി തമിഴ്നാട് സർക്കാർ. 10 ദിവസം മുൻപ് അനുമതി തേടണമെന്ന് സുപ്രധാന വ്യവസ്ഥ. പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണത്തിന് ആനുപാതികമായി 20 ലക്ഷം രൂപ വരെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്. തീരുമാനം കരൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ. സുഡാനിൽ വെടിനിർത്തലിന് സമ്മതിച്ച് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസ്. RSF അംഗീകരിച്ചത് അമേരിക്കയുടെയും അറബ് രാജ്യങ്ങളുടെയും നിർദ്ദേശം. താത്കാലിക വെടിനിർത്തൽ മാനുഷിക സഹായം എത്തിക്കുന്നതിന്. വിമാന സർവീസുകളെയും പ്രതിസന്ധിയിലാക്കി US ഷട്ട്ഡൗൺ. 10% സർവീസുകൾ റദ്ദാക്കുന്നു. 40 പ്രധാന വിമാനത്താവളങ്ങളിൽ പ്രതിസന്ധി. അടച്ചുപൂട്ടലിനെ തുടർന്ന് ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്നത് 13,000 എയർ ട്രാഫിക് കൺട്രോളർമാർ. ഫിലിപ്പീൻസിൽ 200 പേരുടെ ജീവനെടുത്ത കൽമേഗി ചുഴലിക്കാറ്റ്. വിയറ്റ്നാമിൽ ശക്തമായ കാറ്റിൽ 5 മരണം. രാജ്യത്ത് കനത്ത ജാഗ്രതാ നിർദ്ദേശം. ലക്ഷക്കണക്കിന് പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച US ഡെമോക്രാറ്റിക് നേതാവ് നാൻസി പെലോസി. ഇനി തെരഞ്ഞെടുപ്പ് രംഗത്തേക്കില്ലെന്ന് പ്രഖ്യാപനം. അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഉരുക്കു വനിത അവസാനിപ്പിക്കുന്നത് 4 പതിറ്റാണ്ട് നീണ്ട രാഷ്ട്രീയ ജീവിതം. രാജമൗലിയുടെ ബ്രഹ്മാണ്ഡ ചിത്രത്തിലെ പൃഥ്വിരാജിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. മഹേഷ് ബാബു നായകനായ ചിത്രത്തിൽ കുംഭ എന്ന നെഗറ്റീവ് കഥാപാത്രമായി പൃഥ്വിരാജ്. SSMP 29 എന്ന് താത്കാലികമായി പേരിട്ടിരിക്കുന്ന സിനിമ ഒരുങ്ങുന്നത് 900 കോടി ബജറ്റിൽ.
ബോളിവുഡ് താരദമ്പതികളായ കത്രീന കൈഫിനും വിക്കി കൗശലിനും ആൺകുഞ്ഞ്. സന്തോഷത്തിന്റെ നിറകുടം എത്തിയിരിക്കുന്നുവെന്ന് ഇൻസ്റ്റഗ്രാം പോസ്റ്റ്. ആശംസകൾ നേർന്ന താരങ്ങളും ആരാധകരും. പോപ്പ് ഇതിഹാസം മൈക്കൽ ജാക്സന്റെ ബയോപിക് മൈക്കിളിന്റെ ട്രെയിലർ പുറത്ത്. കിങ് ഓഫ് പോപ്പായി വേഷമിടുന്നത് മൈക്കൽ ജാക്സന്റെ സഹോദരി പുത്രൻ ജാഫർ ജാക്സൺ. ഏപ്രിൽ 24-ന് റിലീസ് ചെയ്യുന്ന ചിത്രത്തിന്റെ സംവിധായകൻ എൻഡ്രോയിൻ ഫുക്വ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് പുരസ്കാരത്തിൽ തിളങ്ങി മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഒക്ടോബർ മാസത്തെ മികച്ച പരിശീലകനായി റൂബൻ അമോറിം. യുണൈറ്റഡ് സ്ട്രൈക്കർ ബ്രയാൻ എംബ്യൂമോയ്ക്ക് മികച്ച താരത്തിനുള്ള പുരസ്കാരം. ഒക്ടോബറിൽ കളിച്ച 3 മത്സരങ്ങളിലും ജയം. ഒന്നര പതിറ്റാണ്ടിന് ശേഷം വീണ്ടും കളിയാരവത്തിലേക്ക് കണ്ണൂർ ജവഹർ സ്റ്റേഡിയം. സൂപ്പർ ലീഗ് കേരളയിൽ കണ്ണൂർ വാരിയേഴ്സ് ഇന്ന് തൃശൂർ മാജിക് FCയെ നേരിടും. ജയിക്കുന്നവർക്ക് 1-ാം സ്ഥാനം. മത്സരം രാത്രി 7:30. രഞ്ജി ട്രോഫിയിൽ തിരിച്ചുവരവ് ലക്ഷ്യമിട്ട് കേരളം. 4-ാം മത്സരത്തിൽ സൗരാഷ്ട്ര എതിരാളികൾ. മത്സരം നാളെ മംഗലാപുരം KCA സ്റ്റേഡിയത്തിൽ.